നമസ്കാരം. മറ്റൊരു കിടിലൻ വെറൈറ്റി ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഈ വീട് വന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് നിറമരുതൂർ പഞ്ചായത്തിലെ നബീഹ ജുഹൈന ദമ്പതികളുടെ വീടാണ്. എത്ര കുറഞ്ഞ സ്പേസും വളരെയധികം യൂട്ടിലൈസ് ചെയ്തിട്ട് നല്ല വെറൈറ്റി ആയിട്ട് തന്നെ വീട് നിർമ്മിക്കാന്നുള്ളതിനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ഈ വീട്. വെറും 4 സെന്റ് സ്ഥലത്ത് ഏകദേശം 2200 സ്ക്വയർ ഫീറ്റിൽ വരുന്ന നമ്മുടെ ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വെൽക്കം ബാക്ക് ടു ഹൈസ് വ്ലോഗ്സ്. പൊതുവേ നമ്മൾ കാണുന്ന ഡിസൈനുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഒത്തിരി മനോഹരമായി വരുന്ന നമ്മുടെ ഈ വീട് ഏകദേശം 4.5 സെന്റ് സ്ഥലത്ത് 2266 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ വരുന്നത്. വളരെ കുറഞ്ഞ സ്പേസിലും ഇത്രയും മനോഹരമായ രീതിയിൽ നമ്മുടെ ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ വീടിന്റെ ഹൗസ് ഓണർ എന്നാണ് കേട്ടോ. നഷ്മൽ അസോസിയേറ്റ്സ് എന്നാണ് പേര്. അപ്പൊ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് നമ്മളിതേ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ വീടിന്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നിന്ന് മാത്രമല്ല കേട്ടോ വ്യൂ വരുന്നത്, 2 വശങ്ങളിൽ നിന്ന് നോക്കുകയാണെങ്കിലും ഒത്തിരി ഭംഗിയാവുന്ന തരത്തിലാണ് കേട്ടോ ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ നിങ്ങൾ, 2 വശത്തു നിന്ന് നോക്കുകയാണെങ്കിലും നമുക്ക് ഒത്തിരി ഭംഗി തോന്നുന്ന തരത്തിൽ ഒരു വെറൈറ്റി ഡിസൈനിങ്ങിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൗസ് ഓണർ ആയ നബീഹ് ശ്രമിച്ചിട്ടുണ്ട്. അതെന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ? വീടിന്റെ പുറമേ നിന്നുള്ള ആ ഒരു ഭംഗിയിൽ എടുത്തു പറയേണ്ടത് ഇത് ഈ കോമ്പൗണ്ട് വോൾ തന്നെയാണ് കേട്ടോ. ഇതുപോലെ ജിയായിൽ നല്ല ഭംഗിയിൽ തന്നെ ചുറ്റിലും കോമ്പൗണ്ട് വോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിനോട് മാച്ച് ആവുന്ന തരത്തിൽ ഒരു വൈറ്റ് തീമും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വീട്ടിന്റെ ഫ്രണ്ടിലായിട്ട് ഇത് അത്യാവശ്യം മുറ്റൊക്കെ വരുന്നുണ്ട്. കടപ്പ സ്റ്റോൺ ആണ് കേട്ടോ ഇന്റർലോക്കിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഡിസൈനിങ് വരുന്നത് ഇതുപോലെ GI പൈപ്പിലും അതുപോലെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ. വീടിന്റെ ബോർഡേഴ്സിനൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ഗ്രേ ഷെയ്ഡിൽ പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് UPVC വിൻഡോ വരുന്നുണ്ട്. അതിന്റെ പുറത്തേക്കായിട്ട് ഇതുപോലെ GIയിൽ ഒരു ഡിസൈനും വരുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് മുകളിലായിട്ട് നോക്കുകയാണെങ്കിലും ഒരു ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതുപോലെ പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കേട്ടോ മൊത്തത്തിൽ ഹൈലൈറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ സെൻട്രലായിട്ട് നീളത്തിൽ ഇതുപോലെ ഒരു മെറൂൺ ഷെയ്ഡിൽ നല്ല ഭംഗിയിൽ തന്നെ ടെക്സ്ചർ ഡിസൈനും, കൂടാതെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ സിറ്റ് ഔട്ടിന് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഗ്ലാസ് ബോൾസും ആണ് കേട്ടോ വരുന്നത്. ഇനി നമ്മളിതേ നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ മനസ്സിലാവും ഇവിടെ കറക്റ്റ് ഒരു സിറ്റ് ഔട്ട് സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. സ്ഥല പരിമിതി തന്നെയാണ് കാരണം. സിറ്റ് ഔട്ടിൽ നിന്ന് അകത്തേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ ഇതാ ഇതുപോലെ വലിയൊരു സ്റ്റെപ്പും അതിലായിട്ട് ഒരു കുഞ്ഞു സ്റ്റെപ്പും വരുന്നുണ്ട്. സ്റ്റെപ്പിലായിട്ട് ലെതർ ടൈപ്പ് ഫുൾ ബോഡി ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്പിനോട് ചേർന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഷൂ റാക്ക് വരുന്നുണ്ട്. അതിലായിട്ട് തന്നെ ഒരു സിറ്റിംഗ് ഏരിയ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു UPVC സ്ലൈഡിംഗ് വിൻഡോയും കൂടി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ മെയിൻ ആയിട്ട് ഒരു സിറ്റ് ഔട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിലും സീലിംഗിൽ ഒരു ഭംഗിക്കുറവും വരുത്തിയിട്ടില്ല കേട്ടോ. ഇതുപോലെ പ്രൊഫൈൽ ലൈറ്റും സിലിണ്ടർ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഒത്തിരി ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ സീലിംഗ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ ഡോറിനോട് ചേർന്ന് ഈ ഭാഗത്തായിട്ട് തന്നെ ഹൗസ് നെയിം കൊടുത്തിട്ടുണ്ട്. ഡോറിന്റെ ഫ്രെയിം വന്നിട്ട് ഇരുളും ഡോർ വന്നിട്ട് മഹാഗണി വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ പെയിന്റിംഗ് കൊടുത്തിട്ട് ഒരു ബ്ലാക്ക് ഹാൻഡിലും വരുന്നുണ്ട്. ഡോർ തുറന്ന് അകത്തേക്ക് കയറി വരുമ്പോഴേ നമ്മൾ എത്തുന്നത് ഇവിടുത്തെ ഫോമൽ ലിവിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ. 345x300 സൈസിലാണ് ഈ ലിവിംഗ് ഏരിയ വരുന്നത്. ഇവിടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് ഏകദേശം 92 രൂപ വരുന്ന സിംബോളോ പ്രോസോ ബ്രസിയർ ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ L ഷേപ്പിലായിട്ട് തന്നെ സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം 27,500 രൂപ വരുന്ന നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു സോഫ സീറ്റർ ആണ് കേട്ടോ. നടുക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ നമ്മുടെ കളർ തീമിനോടൊക്കെ മാച്ച് ആയിട്ട് നല്ല ഭംഗിയിൽ വരുന്ന ഒരു ടീ ടേബിൾ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ വിൻഡോയിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ SPFന്റെ ബ്ലാക്ക് ഔട്ട് കർട്ടൻസ് ഫുൾ ലെങ്ത്തിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ TV യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. പൈക്കോൺ ബ്രാൻഡിന്റെ മൾട്ടി വുഡിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. TV ഇരിക്കുന്ന നേരെ ബാക്ക് വോളായിട്ട് നോക്കിയാൽ വുഡൻ ലുവേഴ്സ് ഡിസൈൻ വരുന്നുണ്ട്. അതിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ പ്രൊഫൈൽ ലൈറ്റ്സും, കൂടാതെ ചുറ്റുഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഇന്റീരിയർ ഡെക്കേഴ്സ് ഒക്കെ വെക്കാവുന്ന തരത്തിൽ ബോക്സ് ടൈപ്പ് ഡിസൈൻ കൊടുത്തിട്ട് അതിനുള്ളിലായിട്ട് ഡൂം ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ താഴ്ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഡ്രോയറും വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നാച്ചുറൽ ലൈറ്റ്സിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അതിമനോഹരമായിട്ട് തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ ഇതുപോലെ വിൻഡോസും കൂടാതെ സീലിംഗിൽ വരുന്ന ആ ഒരു ഡിസൈൻ ഒക്കെ ആയിട്ട് ഇവിടെ ഉള്ളിലാണെങ്കിലും ഇന്റീരിയർ ഒക്കെ വേറെ ലെവലാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിലെ ഡോറിലൂടെ കടന്നു വരുമ്പോഴേ ഈ ഭാഗത്ത് കാണുന്ന വോളായിട്ട് ഇതുപോലെ ഒരു ഓപ്പൺ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റെപ്പ് താഴ്ത്തിയിട്ടാണ് കേട്ടോ നമ്മുടെ ഫോമൽ ലിവിംഗ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ ഇവിടുത്തെ മെയിൻ ഹാളിലേക്ക് പോവാണേ. നമ്മൾ ഈ ഹാളിലേക്ക് കയറി വരുമ്പോഴേ ഇതാണ് കേട്ടോ ആ ഒരു മൊത്തത്തിലുള്ള ഒരു ലുക്കൊക്കെ വന്നിട്ട്
നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോഴേ എൻ്റെ ഇടതുവശത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ സ്റ്റെയർ കേസും വാശേരിയും കൂടാതെ തൊട്ടടുത്തായിട്ട് ഡൈനിങ് ഏരിയയും വരുന്നുണ്ട്. ഇനി അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലിവിംഗിൽ നിന്ന് കാണുന്ന തരത്തിൽ തന്നെ ഇവിടെ ഒരു പാറ്റിയോ സ്പേസും സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഇതേ വോളിലായിട്ട് നോക്കുകയാണെങ്കിലും ഒരു ഓപ്പൺ ഷോക്കേസ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ പാറ്റിയോ സ്പേസിലേക്ക് വരുമ്പോൾ ഇവിടെ മുകളിലായിട്ട് ഇതുപോലെ മൾട്ടി വുഡിൽ CNC കട്ടിങ്ങിന്റെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. കൂടാതെ എൻട്രൻസിലായിട്ട് ഒരു വുഡൻ പാനലിംഗ് കൊടുത്തിട്ട് സൈഡിലായിട്ട് ഇതുപോലെ GI പൈപ്പിൽ ഒരു ഡിസൈനും നടുക്കായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റും കാണാം. 230-257 സൈസിലാണ് കേട്ടോ ഈ ഒരു പാറ്റിയോ സ്പേസ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ വുഡൻ ടൈപ്പിലാണ് ടൈല് വരുന്നത്. കൂടാതെ ഇവിടെ നമ്മൾ ലിവിംഗിൽ കണ്ടില്ലേ ആ ഒരു സെയിം സോഫ സീറ്റ് തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നടുക്കായിട്ട് അവിടെ കണ്ട പോലെ ആ ഒരു സെയിം ഡിസൈനിൽ വരുന്ന ടീ ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിലും ഒരു സ്റ്റെപ്പ് താഴെ ആയിട്ട് തന്നെയാണ് കേട്ടോ പാറ്റിയോ സ്പേസും ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ സോഫ ഇരിക്കുന്ന ഭാഗത്ത് വോളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ നല്ല ഭംഗിയിൽ ഒരു വോൾ സ്റ്റിക്കർ ഡിസൈനും ഒരു ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വെന്റിലേഷന് വേണ്ടിയിട്ട് ഇവിടെ മൊത്തത്തിൽ ഇതുപോലെ സ്ലൈഡിംഗ് ഡോർ ആണ് വരുന്നത് കേട്ടോ. അതിന് ആദ്യത്തിൽ നോക്കുകയാണെങ്കിൽ GI പൈപ്പിൽ ഇതുപോലെ നല്ല സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഡോർ കൊടുത്തിട്ടുണ്ട്. അതിന് ബാക്കിലേക്കായിട്ട് സ്ലൈഡിംഗ് ഡോറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കാൻ നല്ല ഒരു വ്യൂ ഒക്കെ കിട്ടും. അതിനുപരി നല്ല നാച്ചുറൽ ലൈറ്റ്സും ഒപ്പം നല്ല വെന്റിലേഷൻ ഒക്കെ കിട്ടുന്ന രീതിക്ക് തന്നെയാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഭാഗത്തെ വോളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വോൾ ലൈറ്റും കൂടാതെ നല്ല ഭംഗിയിൽ തന്നെ ഒരു വോൾ ഫ്രെയിം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സീലിംഗിൽ ഈ ഒരു ഭാഗത്തായിട്ട് പ്രൊഫൈൽ ആയിട്ടും കൂടാതെ മറ്റ് LED ലൈറ്റ്സിന്റെ ഡിസൈൻ വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ വരുന്നത്. ആ ഒരു ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും കാണാം. ഈ ഒരു പാറ്റിയോ സ്പേസിന് 2 വശത്തായിട്ടാണ് കേട്ടോ ഇവിടുത്തെ 2 ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ടോട്ടൽ 4 ബെഡ്റൂം ആണ് കേട്ടോ വരുന്നത്. ഏകദേശം 1048 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഗ്രൗണ്ട് ഫ്ലോർ വന്നിട്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ബെഡ്റൂം നോക്കല്ലേ. അവിടെ റൂമിലേക്ക് പോകുമ്പോൾ വോളിലായിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഒരു ക്ലോക്കും കൂടാതെ ഈ ഭാഗത്ത് ഒരു വോൾ ലൈറ്റും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വാ നമുക്ക് ഇനി ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം നോക്കാം. 343-384 സൈസിലാണ് കേട്ടോ ഈ ബെഡ്റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്ത നമ്മുടെ ഈ ബെഡ്റൂമിൽ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്ലൈവുഡിലാണ് ചെയ്തിട്ടുള്ളത്. താഴ്ഭാഗത്ത് പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഹെഡ് ബോർഡിന്റെ ഭാഗത്ത് ആ ഹെഡ് റെസ്റ്റിന്റെ ഭാഗം കുഷൻ ടൈപ്പിൽ മൊത്തത്തിൽ ഇങ്ങനെ കവേർഡ് ആയിട്ടുണ്ട്. ആ ഒരു ബാക്ക് വോളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ ആണ് കേട്ടോ വരുന്നത്. അതിലായിട്ട് തന്നെ ഒരു വോൾ ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ബാക്ക് വോളിൽ ഈ ഒരു അരികിലായിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഡ്രസ്സിംഗ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തെ വോളിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ UPVC വിൻഡോസ് ആണ് വരുന്നത്. ഉള്ളിലായിട്ട് GIന്റെ റെയിലിംഗ് ആണ് കേട്ടോ. കൂടാതെ മൊത്തത്തിൽ ഫുൾ കവേർഡ് കർട്ടൻസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് ഒരുക്കിയിട്ടുള്ളത്. റൂമിന് മാച്ച് ആവുന്ന തരത്തിൽ ആ ഒരു ഗ്രേ ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഇവിടുത്തെ ബാത്റൂമും വരുന്നുണ്ട്. ഇനി ഇവിടെ സീലിംഗും ഒത്തിരി ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒരു വശത്തായിട്ട് ജിപ്സം ബോർഡിൽ തന്നെ ഇതുപോലെ ഒരു വുഡൻ തീമിൽ വരുന്നുണ്ട്. കൂടാതെ ഈ ഭാഗത്തായിട്ട് തന്നെ പ്രൊഫൈൽ ലൈറ്റ്സും LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ബാത്റൂമിന്റെ ഡോർ വന്നിട്ട് FRP ഡോർ ആണ്. ഏകദേശം 230-128 സൈസിലാണ് കേട്ടോ ഈ ബാത്റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നല്ല ഭംഗിയിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്തായിട്ട് തന്നെ വാഷ് ബേസിന്റെ യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി വീണ്ടും ഹാളിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം. ആ ഭാഗത്ത് വോളിലായിട്ട് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വോൾ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ 343-383 സൈസിലാണ് കേട്ടോ ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നേരത്തെ കണ്ട പോലെ തന്നെ ഒരു സെയിം ഡിസൈനിലാണ് ഇവിടെ വരുന്നത്. പ്ലൈവുഡിൽ തന്നെയാണ് കോട്ടൊക്കെ ചെയ്തിട്ടുള്ളത്. ഹെഡ് ബോർഡിന്റെ ഭാഗത്ത് ആ ഒരു കുഷൻ കവേർഡ് ഡിസൈൻ വരുന്നുണ്ട്. കോട്ടിന് ഈ ഒരു അരികു ഭാഗത്തായിട്ട് തന്നെ ഒരു സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു ബാക്ക് വോളായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആ വോളായിട്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വോൾ ലൈറ്റും കൂടാതെ ഈ ഭാഗത്തായിട്ട് തന്നെയാണ് നമ്മുടെ മിററും കൊടുത്തിട്ടുള്ളത്. നേരത്തെ റൂമിൽ കണ്ട ഒരു സെയിം ഡിസൈനിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇനി ഇവിടെ ഈ ഒരു 2 വശത്തായിട്ട് നോക്കുകയാണെങ്കിലും മൊത്തത്തിൽ ഇതുപോലെ ഫുൾ കേർട്ടൻ കൊടുത്തിരിക്കുകയാണ്. ആ ഗ്രേ ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ. അവിടെയും ബാക്കിലായിട്ട് നമ്മുടെ UPVC വിൻഡോ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ റൂമിലെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ജിപ്സം സീലിംഗ് തന്നെയാണ് വരുന്നത്. പക്ഷെ ഡിഫറെന്റ് ഡിസൈൻ ആണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട റൂമിൽ നിന്നും ഡിഫറെന്റ് ഡിസൈൻ ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്.
ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു ഭാഗത്ത് ബാത്റൂം വരുന്നുണ്ട്. FRP ഡോർ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നേരത്തെ കണ്ടില്ലേ ആ ഒരു സെയിം ഡിസൈനിലാണ് നമ്മുടെ ബാത്റൂമിലും ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഒരു ഭാഗത്തായിട്ട് വാഷ് ഏരിയന്റെ യൂണിറ്റും വരുന്നുണ്ട്. 230-128 ആണ് കേട്ടോ സൈസ്. ഈ റൂമിനോട് ചേർന്ന് തന്നെയാണ് കിച്ചൺ വരുന്നത്. കിച്ചണിന്റെ ഡോർ വന്നിട്ട് UPVC ഗ്ലാസ് ഡോർ ആണ് കേട്ടോ. ആ ഒരു ഭാഗത്ത് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ വാൾ ഡെക്കേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. 255-353 സൈസിൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തൊരു മോഡുലാർ കിച്ചൺ ആണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ കിച്ചണിലേക്ക് കയറി വരുമ്പോൾ ഡോറിനോട് ചേർന്ന് ഈ ഭാഗത്തുള്ള വോളിലായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ഒരു ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അലുമിനിയത്തിന്റെ ഫ്രെയിമിൽ പ്ലെയിൻ ഗ്ലാസ് കൊടുത്തിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അതിന് താഴ്ഭാഗത്ത് ഇതുപോലെ മൾട്ടിവുഡിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഒരു ബെഞ്ചും വരുന്നുണ്ട്. അവിടെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ വോൾ സ്റ്റിക്കേഴ്സും വോൾ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ വോളിന് മൊത്തത്തിൽ നല്ല ഭംഗിയിൽ ഇറ്റാലിക്ക കാർമൻ ബ്രൗൺ ഗ്ലോസി ടൈൽസ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ പുറത്തേക്കുള്ള ഡോർ വന്നിട്ട് നോക്കുകയാണെങ്കിൽ സേഫ്റ്റിക്ക് GIന്റെ ഡോറും പിന്നെ UPVC ഗ്ലാസ് ഡോറും ആണ് കേട്ടോ. ഇനി നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ L ഷേപ്പിൽ തന്നെ റാക്ക് വരുന്നുണ്ട്. റാക്കിന് ബേസിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 510 രൂപ വരുന്ന നാനോ വൈറ്റ് ആണ് കേട്ടോ. ഈ സിങ്ക് വന്നിട്ട് ഏകദേശം 16,000 രൂപ വരുന്നുണ്ട്. അവിടെ വെന്റിലേഷനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ UPVC വിൻഡോ തന്നെയാണ് വന്നിട്ടുള്ളത്. കൂടാതെ ആ ഒരു ഭാഗത്തായിട്ട് തന്നെ ഇതുപോലെ ഓപ്പൺ ഷെൽഫ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് മുകളിലായിട്ട് നോക്കുകയാണെങ്കിലും വെന്റിലേഷന് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ട് തന്നെ വിൻഡോ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് ഹോബും ചിമ്മിയും ഒക്കെ വരുന്നത്. ഫാബറിന്റെ ആണ് കേട്ടോ ഇത് ഏകദേശം 46,000 രൂപ വരുന്നുണ്ട്. ആ ഒരു ഭാഗത്തും വെന്റിലേഷൻ ആയിട്ട് ഇതുപോലെ നീളത്തിൽ മിനി വിൻഡോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ റാക്കിന് താഴ്ഭാഗത്ത് ലോവർ ക്യാബിൻസ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. താഴെ മുകളിലായിട്ട് പ്രൊഫൈൽ ആയിട്ട് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഓരോന്നിനും അതത് ക്യാബിൻസ് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ മുകളിലായിട്ട് നോക്കുകയാണെങ്കിലും ഇതാ അപ്പർ ക്യാബിൻസും വരുന്നുണ്ട്. മൾട്ടിവുഡിലാണ് കേട്ടോ ഇവിടെ മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ കുഞ്ഞു കബോർഡ്സ് വരുന്നുണ്ട്. അത് വൈറ്റ് കളറിലാണ്. മൊത്തത്തിൽ ഈ കളർ തീമൊക്കെ വന്നിട്ട് വേറെ ലെവലാണ് കേട്ടോ. ഇനിയിപ്പോ നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ അരിക്കായിട്ടാണ് കേട്ടോ ഓവന്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത്. അതിന് താഴ്ഭാഗത്ത് തന്നെ നല്ല വൃത്തിക്കാണ് മിക്സിന്റെ സ്പേസ് ഒക്കെ വരുന്നത് കേട്ടോ. ഇനിയിപ്പോ അവിടുന്ന് ഇവിടെ ആയിട്ട് ഇതാ ഒരു ടോൾ യൂണിറ്റ് വരുന്നുണ്ട്. അത് വന്നിട്ട് നല്ല ഭംഗിയിൽ നല്ല ഷെൽഫൊക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. ഉള്ളിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും വരുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഫ്രിഡ്ജും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ സീലിംഗിലേക്ക് വരികയാണെങ്കിൽ ഇതുപോലെ വൈറ്റ് ആൻഡ് വുഡ് തീമിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ പ്രൊഫൈൽ ലൈറ്റിന്റെ ഒരു കളിയാണ് കേട്ടോ നമ്മുടെ വീട്ടില്. നല്ല ഭംഗിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കാണാനും. കൂടാതെ മറ്റു ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇനി തിരിച്ച് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഡൈനിങ്ങും സ്റ്റെയറും ഏകദേശം ഈ ഒരു ഹോള് 458-428 സൈസിലാണ് കേട്ടോ വരുന്നത്. ഇനി ഇവിടെ 8 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ ഏകദേശം 61,000 രൂപ വരുന്ന ടേബിൾ സെറ്റ് ആണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ടേബിൾ ടോപ്പിലായിട്ട് ടെഫൻ ഗ്ലാസും കൂടാതെ ആ ഒരു ലെഗ് വന്നിട്ട് മഹാഗണിയിലാണ് കേട്ടോ. അത് 2 സ്റ്റാൻഡായിട്ട് അതിലാണ് കേട്ടോ ഈ ഗ്ലാസ് വെച്ചിട്ടുള്ളത്. ആ ഒരു ലെഗിന്റെ ഡിസൈൻ ഇത് പ്ലെയിൻ ഗ്ലാസ് ആയതുകൊണ്ട് നല്ല എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് നമ്മുടെ ടേബിൾ വന്നിട്ടുള്ളത്. ചെയറും ഇതുപോലെ കുഷ്യൻ ടൈപ്പിൽ നല്ല അടിപൊളി ചെയർസ് തന്നെയാണ്. ഇവിടെ ഈ ഭാഗത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ ഓപ്പൺ കബോർഡ്സ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെയും സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ 2 വശത്തായിട്ട് 2 വോൾ ലൈറ്റും കൂടാതെ ഈ ഭാഗത്തും ഇതുപോലെ UPVC വിൻഡോസ് വന്നിട്ട് ഫുൾ ലെങ്ത്തിൽ കർട്ടൻ കൊടുത്തുകയാണ്. ഇനിയിപ്പോ ഈ ഭാഗത്ത് നമ്മുടെ സ്റ്റെയറിനെ പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ഒരു സൈഡ് പാർട്ടീഷൻ വരുന്നുണ്ട്. അതിലിതേ നമ്മുടെ MS-ന്റെ 2mm തിക്നെസ്സിൽ വരുന്ന ഷീറ്റിൽ CNC കട്ടിങ് ചെയ്തിട്ടാണ് കേട്ടാ. ഇവിടെ സീലിംഗിലായിട്ടും ഇതുപോലെ വൈറ്റ് ആൻഡ് വുഡ് തീമിൽ വന്നിട്ട് ഇതുപോലെ പ്രൊഫൈൽ ആയിട്ടും സിലിണ്ടർ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വുഡൻ പാനലിംഗ് പോലെ ചെയ്തതൊക്കെ ജിപ്സം ബോർഡിൽ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ സ്റ്റെയറിന്റെയും സൈഡ് പാർട്ടീഷന്റെ നടുക്കായിട്ടാണ് ഇവിടുത്തെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വാഷ് ഏരിയ മൾട്ടിവുഡിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ആ ഒരു ബാക്ക് വോളിലായിട്ട് WPC പാനൽ കൊടുത്തിട്ട് ഒരു ഓവൻ ഷേപ്പിലാണ് നമ്മുടെ മിറർ വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ ബേസിംഗ് കൗണ്ടറിലായിട്ട് നോക്കുകയാണെങ്കിൽ മാറ്റലിക്സ് ബ്ലൂ ഇറ്റാലിയൻ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ജാഗോറിന്റെ വാഷ് ബേസിൻ ആണ് കേട്ടോ. കൂടാതെ താഴ്ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ ഇതുപോലെ സ്റ്റോറേജും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റെയർ നോക്കുകയാണെങ്കിൽ സ്റ്റെയറിന്റെ ബേസിലൊക്കെ ആയിട്ട് മഹാഗണി വുഡ് ആണ് കേട്ടോ വരുന്നത്. കൂടാതെ ഹാൻഡ് റെയിലിംഗ് നോക്കുകയാണെങ്കിൽ ടോപ്പ് റെയിലായിട്ട് മഹാഗണി വുഡും ടഫൻ ഗ്ലാസും കൂടി കൊടുത്തിട്ടാണ് ഹാൻഡ് റെയിലിംഗും ചെയ്തിട്ടുള്ളത്.
നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ ഈ ഭാഗത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു WPC പാനലിനാണ് കേട്ടോ വരുന്നത്. അവിടെ താഴ്ഭാഗത്തെ എഡ്ജിലായിട്ട് പ്രൊഫൈൽ ആയിട്ട് കൊടുത്തിട്ടും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വീട് മൊത്തത്തിൽ ഡിസൈൻ ചെയ്തത് നമ്മുടെ ഹൗസ് ഓണർ തന്നെയാണല്ലോ. ആളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതേ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 1123 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ ഇവിടെ ഫസ്റ്റ് ഫ്ലോർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇതുപോലെ പാസേജ് ഒക്കെ വരുന്നുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ താഴേന്ന് കണ്ടില്ലേ പാറ്റിയോ സ്പേസിൽ കണ്ട ആ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ, അതാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടുന്ന് കറക്റ്റ് ആ ഒരു സീലിംഗിന്റെ ഡിസൈൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. കൂടാതെ നമ്മൾ താഴത്തെ വിശേഷങ്ങളും ഇവിടുന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ കാണാൻ പറ്റൂട്ടാ. ഇവിടുന്ന് അതേ ഇങ്ങോട്ടൊക്കെ പാസേജ് വരുന്നുണ്ട്. ആ ഭാഗത്തും ഇതുപോലെ വലിയ UPVC വിൻഡോ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ എന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഏകദേശം 458 238 സൈസിൽ ഒരു അയൺ ആൻഡ് സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ 2 കഫേ ചെയേഴ്സും താഴ്ഭാഗത്ത് സ്റ്റോറേജ് വരുന്നുണ്ട്. കൂടാതെ മുകളിലായിട്ട് ഇതുപോലെ അപ്പർ ക്യാബിനും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തെ വിൻഡോയിലായിട്ട് ആ ഒരു താഴെ കണ്ട ആ ഒരു കർട്ടന്റെ സെയിം ഫാബ്രിക്കിൽ വരുന്ന റോമൻ ബ്ലൈൻഡ്സും ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഫുൾ ലെങ്ത് കർട്ടൻ തന്നെയാണ് കേട്ടോ. നോക്കി ആ ഒരു നാച്ചുറൽ ലൈറ്റ്സിന് പ്രാധാന്യം കൊടുത്ത് ഇത്ര പോരം വിൻഡോസ് ആണെന്നറിയോ ഇവിടെ വരുന്നത്. കൂടാതെ സീലിംഗിലായിട്ടാണെങ്കിലും വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഡിസൈനിങ് ഒക്കെ വരുന്നത്. സീലിംഗിലെ ഈ ഒരു ഡിസൈനോടൊപ്പം ഈ ഒരു ഭാഗത്തായിട്ടും ഇതുപോലെ ഒരു CNC കട്ടിംഗ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിലും 2 ബെഡ്റൂമും ഒരു ലോണ്ടറി ഏരിയയും ഒരു ഓഫീസ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പൊ നമ്മളിത് ഇനി മുകളിലത്തെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണെങ്കിൽ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ വോളില് ഇതുപോലെ ഒരു ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബെഡ്റൂം വന്നിട്ട് നമ്മൾ താഴെ കണ്ട ഒരു സെയിം ഡിസൈനിൽ തന്നെയാണ് കേട്ടോ ഓൾമോസ്റ്റ് വരുന്നത്. സീലിംഗിൽ മാത്രമാണ് ഡിസൈനിൽ ചേഞ്ച് വന്നിട്ടുള്ളത്. 343 383 സൈസിലാണ് കേട്ടോ ഈ ബെഡ്റൂം വന്നിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തത്തിൽ ടൈല് നോക്കുകയാണെങ്കിൽ ഏകദേശം സ്ക്വയർ ഫീറ്റിന് 98 രൂപ വരുന്ന ജോൺസൺ ബ്രസിയ ഗോൾഡ് ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ടെക്സ്ചർ പെയിന്റ് ആയാലും വിൻഡോസ് ഒക്കെ ആയാലും സെയിം ഡിസൈനിലാണ് കേട്ടോ വരുന്നത്. ഈ റൂമിൽ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇവിടെ സ്ലൈഡിംഗ് ഡോർ ആണ് കൊടുത്തിട്ടുള്ളത്. അവിടുന്ന് പുറത്തേക്ക് നമുക്ക് ചെടികളൊക്കെ അറേഞ്ച് ചെയ്യാവുന്ന രീതിക്ക് ജസ്റ്റ് ഒരു സ്പേസ് വരുന്നുണ്ട് കേട്ടോ. ഈ റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. വാർഡ്രോബിനോട് ചേർന്ന് ഈ ഭാഗത്തായിട്ട് തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ സീലിംഗിലേക്ക് വരുമ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് 4 റൂമിലും ഇതുപോലെ വുഡ് ആൻഡ് വൈറ്റ് തീമിൽ ചെയ്തിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തതാണെങ്കിലും ഡിസൈനിങ്ങിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി ബാത്റൂം വന്നിട്ട് നോക്കുകയാണെങ്കിലും 230 128 സൈസിലാണ് വരുന്നത്. ഇത് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ വാഷ് ഏരിയ യൂണിറ്റ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. നല്ല സൗകര്യത്തിലാണ് കേട്ടോ ഓരോ ബാത്റൂമും ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ റൂമിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതേ നമ്മുടെ 4ാമത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിലും സൈസും കറക്റ്റ് ആണ്. മറ്റുള്ള റൂമുകളുടെ അതേ സെയിം സൈസും ആണ്, സെയിം ഡിസൈനിങ്ങും ആണ് വരുന്നത്. ഈ കോട്ടൊക്കെ പ്ലൈവുഡിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. വാൾഡ്രോബ് ആയാലും നമ്മുടെ ബാക്കിയുള്ള എല്ലാം ഡിസൈനിങ് ഒക്കെ സെയിം ആണ്. ഒരു ചേഞ്ച് എന്താണെന്നറിയോ, നമ്മുടെ ഈ ഫസ്റ്റ് ഫ്ലോറിൽ നോക്കുകയാണെങ്കിൽ വിൻഡോസിൽ ഫസ്റ്റ് സ്ലൈഡിംഗ് വിൻഡോസ് വന്നിട്ട് ബാക്കിലാണ് GIന്റെ ആ ഒരു റെയിലിംഗ് വരുന്നത്. പക്ഷെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഫസ്റ്റ് ആ ഒരു GI റെയിലിംഗ് കൊടുത്തിട്ട് ബാക്കിലാണ് നമ്മുടെ UPVC വിൻഡോസ് വരുന്നത്. ഇനിയിപ്പോ നോക്കിയേ, ഈ റൂമിലെ സീലിംഗിലായാലും ഡിസൈനിങ് ആ ഒരു ജിപ്സം ഡിസൈനാണ്. പക്ഷെ ചെറിയ ചെറിയ ചേഞ്ച് ഒക്കെ വരുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 4 റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. ഈ ബാത്റൂമിന്റെ ഡിസൈനിങ് ഒക്കെ സെയിം ആണ്. ഒപ്പം സൈസ് വന്നിട്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇനി ഈ ഭാഗത്തായിട്ട് ഇതേ ഒരു ലോണ്ടറി ഏരിയ വരുന്നുണ്ട് കേട്ടോ. നമുക്കത് നോക്കല്ലേ, ഏകദേശം ആ ഒരു സെയിം സൈസിൽ തന്നെയാണ് കേട്ടോ ഇത് വരുന്നത്. ഇവിടെ ആയിട്ട് ഇതേ നമ്മുടെ വാഷിംഗ് മെഷീനും അതുപോലെ നമുക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലേക്ക് വരുന്ന ഒരു സ്റ്റെയർ കൂടി ഇവിടെ വരുന്നുണ്ട്. ഇവിടത്തെ ഈ ഒരു ഭാഗത്തേക്ക് ഒരു കുഞ്ഞു ബാൽക്കണി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടുന്ന് നമ്മളിതേ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ജസ്റ്റ് ഇതേ 2 സ്റ്റെപ്പ് കൊടുത്തിട്ട് 2 സ്റ്റെപ്പ് താഴേക്ക് നമ്മൾ വരുമ്പല്ലേ അവിടെ ആയിട്ടാണ് കേട്ടോ ഓഫീസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഇറങ്ങുന്ന ഭാഗത്തായിട്ടും ഇവിടെ വോളിലായിട്ട് ഇതുപോലെ ഒരു ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും വീട്ടിൽ എന്താ ഒരു ഓഫീസ് എന്ന്. നമ്മുടെ നാഷണൽ അസോസിയേറ്റ്സ്, അതായത് നമ്മുടെ ഹൗസ് ഓണറിന്റെ ഫെമൻ ആണല്ലോ. അപ്പൊ ആൾക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാവുന്ന രീതിക്കാണ് കേട്ടോ ഇവിടെ ഈ ഓഫീസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിലായിട്ടും ആ ഒരു വുഡ് ആൻഡ് ടൈപ്പ് ടൈലനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബാൽക്കണിക്ക് പകരം എത്ര ഭംഗിയിലാണെന്നറിയോ ഈ ഓഫീസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ എക്സ്റ്റീരിയറിൽ നോക്കുന്ന സമയത്താണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇനിയിപ്പോ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു സ്വിംഗ് ഏരിയ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ
നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഓഫീസ് പർപ്പസിനായിട്ട് ഇതുപോലെ ടേബിളും ചെയേഴ്സും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ നാച്ചുറൽ ലൈറ്റ്സിന് എന്തായാലും ഒരു കുറവും ഉണ്ടാവില്ലല്ലോ. ഈ ഒരു ഭാഗത്തേക്ക് വരാണെങ്കിൽ നോക്കിയേ, നമ്മുടെ ആ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു വ്യൂ ഒക്കെ ആണ് കേട്ടോ ഇത്. ഇവിടെ മുകളിൽ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും വോൾ ലൈറ്റും ഒക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെ മനോഹരാക്കിയിട്ടുണ്ടേ. നമ്മുടെ നാഷണൽ അസോസിയേറ്റ്സിന്റെ ഓഫീസ് വരുന്നത് നിറമരുതൂർ പഞ്ചായത്തിന്റെ അവിടെ ആണ് കേട്ടോ. അപ്പൊ ഈ ഒത്തിരി ഭംഗിയിൽ ഡിസൈൻ ചെയ്ത ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ സംശയങ്ങളും ചോദിച്ചോളൂ കേട്ടാ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനൊന്നും പ്രത്യേകം പറയണ്ടല്ലോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.